ഹൈ ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് സിമ്പിൾ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ കുറിച്ചാണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചധികം വരുന്ന സെക്ഷൻസ്. ഈ സെക്ഷൻസ് നിർബന്ധമായിട്ടും കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. കാരണം ഇതിൽ നിന്ന് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. 1 മാർക്കോ അല്ലെങ്കിൽ 1/2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 നിലവിൽ വന്നിട്ടുള്ളത്. ആക്ട് പാസ്സായിട്ടുള്ളത് 1949. പിന്നെ ഈ ആക്ട് നിലവിൽ വന്ന ഡേറ്റ് 1966 16/3 മാർച്ച് 16 1966 എന്ത് ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട് മാറിയിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്ന പേരിൽ നിലവിൽ വന്നത്. ഓക്കെ, ഇനി 1966 ഇത് നമ്മുടെ 66 കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്, കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് ബാങ്ക് സിൻസ് 1965. 1965 അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇത് നിലവിൽ വന്നത് 1966 മനസ്സിലായോ? 1965 ഇതിൽ കോപ്പറേറ്റീവ് ബാങ്കിന് അപ്ലിക്കബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഇത് 1966 മാർച്ച് മാസം 1 ഇത് നിലവിൽ കെയിം ഇൻ ടു ഫോഴ്സ്. ഓക്കെ, നിലവിൽ വന്നിട്ടുള്ളത്. വ്യക്തമല്ലേ? ഈ 1966 ഈ ബാങ്കിങ് കമ്പനീസ് ആക്ട് എന്ന പേര് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിട്ട് മാറിയിട്ടുള്ളത്. വ്യക്തമല്ലേ? എല്ലാവർക്കും വ്യക്തമല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സെക്ഷൻ്റെ ഭാഗത്തേക്ക് പോകാം അല്ലേ. 5 മിനിറ്റ് വരെ ഉണ്ടാവുകയുള്ളൂ ക്ലാസ്സുകൾ. കൂടുതലായി കഴിഞ്ഞാൽ എല്ലാവർക്കും ചടയ്ക്കും. അപ്പോൾ കുറച്ച് 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി നിർത്തിയിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന സെഷൻസ് അടുത്ത ക്ലാസ്സിലായിരിക്കാം. ഒരുപാട് സമയം പോവുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. സെക്ഷൻ 5 എന്താണ് സെക്ഷൻ 5 പറയുന്നത്? ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ്. ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനാണ് സെക്ഷൻ 5 പറയുന്നത്. ദെൻ സെക്ഷൻ 6 പറയുന്നത് എന്താണ്? സെക്ഷൻ 6 പറയുന്നത് ബാങ്കിങ് ബിസിനസ് എന്ന് പഠിച്ചു വെച്ചാൽ മതി. അതായത് വ്യക്തമായിട്ട് എഴുതണമെങ്കിൽ എഴുതിക്കോളൂ, പറഞ്ഞു തരാം. ബാങ്കിങ് ബിസിനസ് ഇറ്റ് എക്സ്പ്ലെയിൻ ദി ഫോം ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് എ ബാങ്കിങ് കമ്പനീസ് ക്യാൻ എൻകറേജ്. ബാങ്കിങ് ബിസിനസ് എന്നതാണ് ഇറ്റ് എക്സ്പ്ലെയിൻ ഫോം ഓഫ് എ ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് എ ബാങ്കിങ് കമ്പനി ക്യാൻ എൻഗേജ്ഡ്. ബാങ്കിങ് ബിസിനസ്സുമായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത വരുന്ന സെഷൻ 8 എന്നത് 8ൻ്റെ പണിയൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി. 8ൻ്റെ പണിയെന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അതായത് ഞാൻ പറഞ്ഞു തരാം. ബാങ്കിങ്ങിൽ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു അതായത് പ്രൊഹിബിറ്റിംഗ് ബാങ്കിങ് കമ്പനീസ് ഫ്രം അതർ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡീലിങ്സ് ഓർ സെല്ലിങ് ഓർ ബാർട്ടറിങ് ഗുഡ്സ്. നമ്മൾ വില പേശൽ, അതുപോലെ ഡീലിങ്, ഇതൊക്കെ ബാങ്കിങ് കമ്പനീസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. ഓക്കെ, അതാ രീതിയിൽ അത് സെക്ഷൻ 8 പഠിച്ചു വെച്ചാൽ അത് ക്ലിയറായി. അടുത്ത സെക്ഷൻ വരുന്നത് സെക്ഷൻ 9. എന്താണ് 9 പറയുന്നത്? നോ ബാങ്കിങ് കമ്പനീസ് ഹോൾഡ് എനി മൂവബിൾ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല ബാങ്കിങ് കമ്പനീസ്. നോ ബാങ്കിങ് കമ്പനി ഹോൾഡ് എനി മൂവബിൾ പ്രോപ്പർട്ടി. വ്യക്തമല്ലേ? നിങ്ങൾ അത് എഴുതുകയാണെങ്കിൽ വീഡിയോ പൗസ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. കാരണം നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 9 പറയുന്നത് എന്താണ്? ബാങ്കിങ് കമ്പനീസ് ഹോൾഡ് എനി മൂവബിൾ പ്രോപ്പർട്ടി. ബാങ്കിങ് കമ്പനീസ് എന്ത് ചെയ്ത് ഒന്നും ഹോൾഡ് ചെയ്യരുത്. സെക്ഷൻ 18 അടുത്ത് വരുന്നത് ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. ബാങ്കിങ് റെഗുലേഷൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് സെക്ഷനാണ്. സെക്ഷൻ 18 പറയുന്നത് CRR ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ എത്ര ശതമാനമാണ് ഒരു ബാങ്കിങ് കമ്പനീസ് ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്?
ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ബാങ്ക് ഷുഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ് 3% ഓഫ് ദയർ നെറ്റ് ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റി. ഇങ്ങനെ അതായത് ബാങ്ക് ഷുഡ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അറ്റ്ലീസ്റ്റ് 3% ഓഫ് ദയർ നെറ്റ് ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റി. ടൈമിൻ്റെയും ഡിമാൻഡ് ലൈബിലിറ്റിയുടെയും അതിൻ്റെയും അടിസ്ഥാനത്തിൽ 3% 3% മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് സെക്ഷൻ 19 പറയാൻ പോകുന്നത്. എന്താണ്? റെസ്ട്രിക്ഷൻസ് ഇൻ ഹോൾഡിംഗ് ഷെയർസ് ഇൻ ദ അതർ സൊസൈറ്റി. മറ്റുള്ള സൊസൈറ്റികളുടെ ഷെയർ ഹോൾഡ് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നാണ്. ഓക്കെ, വ്യക്തമല്ലേ? സെക്ഷൻ 19 വ്യക്തമല്ലേ? 19. ഓക്കെ, ഇനി അടുത്ത് 20. സെക്ഷൻ 20 പറയുന്നത് പ്രൊഹിബിഷൻ ടു ബാങ്ക് ടു ഗിവ് ലോൺസ് ആൻഡ് അഡ്വാൻസ് ടു എനി ഓഫ് ഇറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ലോൺസും അഡ്വാൻസും നൽകുന്നത് പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് സെക്ഷൻ 20 പറയുന്നത്. സെക്ഷൻ 20 പറയുന്നത് അല്ലേ? 5 നമ്മൾ പഠിച്ചു. എന്താണ് 5 എന്താ പഠിച്ചത്? ഡെഫിനിഷൻ ഓഫ് ബാങ്കിങ്. 6 ബാങ്കിങ് ബിസിനസ് പഠിച്ചു. then 8 എന്താ പഠിച്ചത്? 8 പണി നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് റെഗുലേഷനായിട്ട് പ്രകാരം ബാർട്ടറിംഗ് ഒന്നും നടക്കാൻ പാടില്ല. 19 ഒരു ബാങ്കിങ് കമ്പനിയും മറ്റുള്ള അതിൻ്റെ പ്രോപ്പർട്ടി ഷെയർ മൂവബിൾ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യരുതെന്ന് 9 പഠിച്ചു. 18 CRR പഠിച്ചു. ഓക്കെ, 19 എന്താണ്? റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഷെയർ ഹോൾഡ് ചെയ്യുന്നതിൽ. ഓക്കെ, അത് ക്ലിയർ അല്ലേ? 20 പഠിച്ചു നമ്മൾ കഴിഞ്ഞു. ഓക്കെ, 20 പഠിച്ചു കഴിഞ്ഞു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ലോൺ കൊടുക്കാൻ സാധ്യമല്ല, അവർക്ക് ലിമിറ്റ് ഉണ്ട്, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നു, തടഞ്ഞിരിക്കുന്നു എന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. സെക്ഷൻ 21 അതോറിറ്റി ഓഫ് RBI ടു ഗീവ് ഡയറക്ഷൻ ടു ബാങ്ക് എബൌട്ട് ഇഷ്യൂ ലോൺ ആൻഡ് അഡ്വാൻസസ്. അതോറിറ്റി ഓഫ് RBI ടു ഗീവ് ഡയറക്ഷൻസ് ടു ബാങ്ക് എബൌട്ട് ഇഷ്യൂ ലോൺസ് ആൻഡ് അഡ്വാൻസിൻ്റെയും എന്താണ് RBI കുറച്ച് ഡയറക്ഷൻസ് നൽകുന്നുണ്ട് എന്നുള്ള രീതിക്കാണ്. ഓക്കെ, അതാണ് സെക്ഷൻ 21 പറയുന്നത്. നിങ്ങളത് എഴുതി വെച്ചതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കി ക്ലിയർ ആക്കുക. കാരണം നമുക്ക് ക്ലിയറാക്കി പോകുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, ഒരുപാട് ഇനിയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സെക്ഷൻ 23 പറയുന്നത് ഓപ്പണിംഗ് ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചാണ് 23 പറയുന്നത്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യുന്നത് തീർച്ചയായിട്ടും RBIയുടെ സാന്നിധ്യത്തിലായിരിക്കും. അതായത് RBIയുടെ കൺസിഡറേഷൻ വേണം. ബാങ്ക്സ് മസ്റ്റ് സീക്ക് പെർമിഷൻ ഫ്രം RBI ആസ് പെർ സെക്ഷൻ 23 വൈൽ ഓപ്പണിംഗ് ഷിഫ്റ്റിംഗ് ക്ലോസിംഗ്. ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിനും ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുമ്പോഴും ഒക്കെ RBIൻ്റെ പെർമിഷൻ വേണമെന്ന് പറയുന്നുണ്ട്. അതാണ് സെക്ഷൻ 23 പറയുന്നത്. ഓക്കെ, 24 SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് 24. നമ്മൾ 18 CRR പഠിച്ചത്, നേരെ 24 SLR പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആസ് SLR. എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് നെറ്റ് ടൈം ആൻഡ് ഡിമാൻഡ് ലൈബിലിറ്റീസ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ആസ് SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതാണ് SLR മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷൻ 29. എന്താണ് 29 പറയുന്നത്? ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെന്ന കാര്യമാണ്. ബാങ്ക്സ് ഷുഡ് പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ഈച്ച് ഇയർ. ഓരോ വർഷത്തിലും പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, 35 സെക്ഷൻ 35 പറയാൻ പോകുന്നത്. പവർ ഓഫ് RBI ടു ഇൻസ്പെക്ട് ബാങ്ക് എയ്തർ ഡയറക്ട്ലി ഓർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഓക്കെ, അത് RBIക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അധികാരമുണ്ട് ബാങ്കുകളെ ഇൻസ്പെക്ട് ചെയ്യുന്നതിന്. അത് ഡയറക്റ്റ്ലി ആയിരിക്കും, ഒന്നില്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വഴികളായിരിക്കും. ഓക്കെ, അടുത്തത് സെക്ഷൻ പറയുന്നത് സെക്ഷൻ 45 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് പവർ ഓഫ് RBI ടു ഇഷ്യൂ ഓർഡർ ടു ഗവൺമെൻറ് ടു ലിക്വിഡേറ്റ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഫ് ദർ ഈസ് എനി സീരിയസ് ഇഷ്യൂ ഇൻ ദ ഓപ്പറേഷൻ ഓഫ് സച്ച് കോപ്പറേറ്റീവ്സ്. ഒന്നുകൂടെ പറയാം. സെക്ഷൻ 45 പറയുന്നത് പവർ ഓഫ് RBI ടു ഇഷ്യൂ ഓർഡർ ടു ഗവൺമെൻറ് ടു ലിക്വിഡേറ്റ് എനി കോപ്പറേറ്റീവ് സൊസൈറ്റി if there is any serious issue in the
ഓപ്പറേഷൻ ഓഫ് സച്ച് കോപ്പറേറ്റീവ്സ് ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കോപ്പറേറ്റീവ്സുമായിട്ട് മറ്റുള്ള സൊസൈറ്റികളുമായിട്ടോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് ആർ ബി ഐക്കാണ് അത് ലിക്വിഡേറ്റ് ചെയ്യാനുള്ള പവറും ബാക്കി ലിക്വിഡേഷനുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നതും അതുമായിട്ട് പവറുള്ള ആർ ബി ഐക്കാണ്. ആർ ബി ഐൻ്റെ പെർമിഷൻ വേണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. സെക്ഷൻ 46 പറയുന്നത് ഒഫൻസ് പെനാൽറ്റി ഫോർ ദ വയലേഷൻ ഓഫ് ആർ ബി ഐ റൂൾസ്. ഒഫൻസ് പെനാൽറ്റി ഉണ്ട്. ഇങ്ങനെ ആർ ബി ഐ റൂൾസിനെതിരായിട്ട് എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ പെനാൽറ്റി, അതാണ് ആ പെനാൽറ്റിയെക്കുറിച്ചാണ് സെക്ഷൻ 46 പറയുന്നത്. BR ആക്ടിൻ്റെ 46 പറയുന്നത്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് സെക്ഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷനാണ് എന്ത്, സെക്ഷൻ 56 പ്രൊവിഷൻസ് റെഗുലേറ്റിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് സെക്ഷൻ 56 പറയുന്നത്, പാർട്ട് 5 പറയുന്നത് എന്താണ്, പ്രൊവിഷൻസ് ഉണ്ട്. അങ്ങനെ റെഗുലേറ്റിംഗ് കോപ്പറേറ്റീവ് ബാങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട അതാണ് പറയുന്നത്. വ്യക്തമല്ലേ? നമ്മൾ ഈ BR ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന വർഷം 1949 എന്നത്. ഓക്കെ, അതിലാണ് ആക്ട് പാസ്സായിട്ടുള്ളത്. ആക്ട് നിലവിൽ വന്നിട്ടുള്ളത് 1966 നമ്മൾ പഠിച്ചാണത്. പക്ഷേ ഇത് കോപ്പറേറ്റീവ് ബാങ്കിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള വർഷം ചോദിക്കും. അത് 1965 65 അപ്ലിക്കബിൾ ആയിട്ടുണ്ടെങ്കിലും അത് ആക്ട് ഇത് നിലവിൽ വന്നിട്ടുള്ളത് എന്നാണ് 1967 മാർച്ച് 1 തീയതിയാണ്. വ്യക്തമല്ലേ? ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നിട്ടുള്ള 1966 16/3 അതായത് 16/3/1966 ബാങ്കിങ് റെഗുലേഷൻ ആയിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ കോപ്പറേറ്റീവ് സെക്ഷനിൽ അത് നിലവിൽ വന്നിട്ടുണ്ട്. അതായത് 1/3 വന്നിട്ടുണ്ട്. ഓക്കെ, 1/3 14 ദിവസത്തിൻ്റെ വ്യത്യാസത്തിൽ നമ്മളെ കോപ്പറേറ്റീവ് ബാങ്കിലാണ് ഈ ബാങ്കിങ് റെഗുലേഷനായിട്ട് ആദ്യമായിട്ട് ആപ്ലിക്കബിൾ ആയിട്ട് നിലവിൽ വരുന്നത്. ഓക്കെ, വ്യക്തമല്ലേ? ബാക്കി ഒരു വിഷയമായിട്ട് നമ്മുടെ മറ്റു ക്ലാസ്സിൽ കാണുന്നതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യപ്പെടണം. എങ്കിലേ നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നന്നായി പഠിക്കും.